നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. രാവിലെ നമ്മൾ നേരെ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. അവിടെ മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള കുട്ടിക്കാനം കട്ടപ്പന പാത പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി അവിടെ കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഒരു ബോളിവുഡ് താരം മിലിൻ സോമൻ നയിക്കുന്ന ഹിൽ ഹൈവേ റൺ അത് നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു. വലിയ തോതിൽ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായി വലിയ പങ്കാളിത്തത്തോടുകൂടി അത് ബൈക്ക് റൈഡർമാരും സൈക്ലിംഗ് താരങ്ങളും സ്കേറ്റർമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഹൈവേ റണ്ണാണ് അവിടെ നടക്കുന്നത്. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതി. ആ പദ്ധതിയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി ഇത്തരത്തിലൊരു ഹൈവേ റൺ നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. കുട്ടിക്കാനം മലയൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. കുട്ടിക്കാനത്ത് അവിടെ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള 20 കിലോമീറ്റർ ദൂരമാണ് മിലിൻ സോമൻ ഓടുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതാ ബൈക്ക് റൈഡർമാർ, റോളർ സ്കേറ്റിംഗ്, സൈക്ലിംഗ് താരങ്ങൾ, ബുള്ളറ്റ് റൈഡർമാരൊക്കെ ഈ റണ്ണിൽ അണിനിരക്കുന്നുണ്ട്. ഈ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ചപ്പാത്തിൽ സർട്ടിഫിക്കറ്റ് വിതരണമുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കും. മലയോര തുരങ്കപാതയുടെ പ്രഖ്യാപനം മന്ത്രി കെ എൻ ബാലഗോപാലും നടത്തും. മന്ത്രി റോഷി അഗസ്റ്റിനാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. മിലിൻ സോമൻ മുഖ്യാതിഥിയായി ഉണ്ടാവുകയും ചെയ്യും. ഡാനി ഇപ്പോൾ ചേർന്ന് വിവരങ്ങളുമായി. ഡാനി, ഈ മലയോര ഹൈവേ അത് വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയായി അവതരിപ്പിക്കുന്നു സർക്കാർ. കുട്ടിക്കാനത്ത് നിന്ന് റൺ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് പേർ പങ്കെടുക്കുന്നുണ്ട്. ഡാനി, എങ്ങനെയുണ്ട് പങ്കാളിത്തം? എൽദോ, വലിയ പങ്കാളിത്തമാണ് ഉള്ളത്. കാരണം ഒരു അഭിമാന പദ്ധതിയുടെ ഭാഗമാകുന്നു. പ്രത്യേകിച്ച് അത് ഒരു മലയോര ഹൈവേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1332 കിലോമീറ്ററാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ കട്ടപ്പന, ഇടുക്കി, കുട്ടിക്കാനം കട്ടപ്പന റൂട്ട് ഏതാണ്ട് 40 കിലോമീറ്റർ പിന്നിടുന്ന ആ ഭാഗം, അതിന്റെ പൂർത്തീകരണത്തിന്റെ ഒരു പ്രചരണാർത്ഥമാണ് ഇങ്ങനെയൊരു മാരത്തൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. 20 കിലോമീറ്റർ ദൂരം വരുന്ന മാരത്തൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ഇതില് വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്ത സ്വഭാവം, വലിയ രീതിയിലുള്ള പങ്കാളിത്തമുണ്ട്. അതിന്റെ ഒരു പ്രചരണാർത്ഥമാണ് ഇപ്പോൾ ബോളിവുഡ് താരവും അതോടൊപ്പം തന്നെ ഈ ഫിറ്റ്നസ് രംഗത്ത് തന്നെ പ്രമുഖനായ മിലൻ സോമൻ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ നിന്ന് ഈ കട്ടപ്പനയിൽ നിന്ന് മരിയൻ ക്യാമ്പസിൽ നിന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദീർഘദൂര 20 കിലോമീറ്റർ വരുന്ന ഓട്ടം ഇത് ആരംഭിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്ത സ്വഭാവം ഇതിനുണ്ട്. നവീകരിച്ച പീരുമേട് ദേവികുളം മലയോര ഹൈവേയുടെ ഭാഗമായ കുട്ടിക്കാനം ചപ്പാത്ത് കട്ടപ്പന പാതയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ദീർഘദൂര ഓട്ടം ഇതിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് മരിയൻ ക്യാമ്പസിൽ നിന്ന് ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ഏതാണ്ട് 22 കിലോമീറ്റർ ദൂരമാണ് അതിൽ പിന്നിടേണ്ടത്. ഏതാണ്ട് വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്ത സ്വഭാവം ഇതിനുണ്ട്. നിരവധിയായ വലിയ പ്രചരണാർത്ഥം തന്നെ കോളേജ് വിദ്യാർത്ഥികൾ മുതൽ അതോടൊപ്പം തന്നെ നിരവധിയായ ആളുകൾ, സാധാരണക്കാർ വരെ ഇതിന്റെ പങ്കാളിത്ത സ്വഭാവത്തോടു കൂടി തന്നെ ഇത് പൂർത്തിയാകുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ മലയോര പാതയിൽ ഏതാണ്ട് തിങ്ങി നിറഞ്ഞ രീതിയിൽ തന്നെയാണ് അത്ലറ്റുകളടക്കം അണിനിരന്നിട്ടുള്ളത്. പ്രൊഫഷണലുകളായ അത്ലറ്റുകൾക്ക് ഒപ്പം തന്നെയാണ് തികച്ചും സാധാരണക്കാരായ ആളുകൾ വരെ ഇതിന്റെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്കറിയാം ഈ മലയോര ഹൈവേ അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നത്, ഈ മേഖലയുടെ ഒരു വികസനത്തിന്, സമഗ്രമായ ഒരു വികസനത്തിനെല്ലാം തന്നെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നത് നമുക്കറിയാം. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന്റെ ഒരു വലിയ ആഘോഷമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇതിന്റെ ഒരു ഈ കൂട്ടിയ ഓട്ടം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഇനിയുള്ള അടുത്ത സ്ട്രെച്ച്, അതിന്റെ ഒരു തുരങ്കപാത, കമ്പം ഭാഗത്തേക്കുള്ള തുരങ്കപാതയുടെ കൂടി ഒരു ഉദ്ഘാടന പരിപാടി, അതായത് അതിന്റെ ഒരു സർവേ അടക്കമുള്ള ഒരു നടപടികളുടെ ഒരു ഔപചാരിക ഉദ്ഘാടനം കൂടിയുണ്ട്. അത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ നിശ്ചയിക്കുകയും ചെയ്യും. നമുക്ക് കാണാം ഇതിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഓടി വരുന്നത് അടക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിട്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ്
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അദ്ദേഹം ഇതിലെ ഒരു സംഘാടകനാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ആദ്യാന്തം തന്നെ അതിൽ പങ്കെടുക്കുന്ന ഒരാളുമാണ്. നമുക്ക് കാണാം റോഷി അഗസ്റ്റിൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം കടന്നു വരുന്നതെല്ലാം തന്നെ നമുക്ക് കാണുകയും അതുപോലെ തന്നെ നിരവധി പേർ ഇതിന്റെ ഭാഗമാകുന്നു എന്ന് തന്നെയാണ് മലയോര ജനതയുടെ തന്നെ ഒരു വലിയ സ്വപ്നമാണ്, വലിയൊരു ആശയമാണ് പൂർത്തിയാക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ ഒരു 40 കിലോമീറ്റർ ദൂരം എന്നത് ഒരു അടയാളപ്പെടുത്തലാണ്. കാരണം ഇനിയും പൂർത്തീകരിക്കുന്ന സ്വപ്നങ്ങളുടെ തന്നെ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. ഏതായാലും അതിൻ്റെ ഒരു പ്രചരണാർത്ഥമാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മിലിന്ദ് സോമനെ പോലെ ദീർഘദൂര ഒരു ഓട്ടക്കാരൻ, നമുക്കറിയാം രാജ്യത്തിന് പുറത്തും തന്നെ വിവിധ ടെറൈനുകളിൽ വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള ഒരു താല്പര്യം അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം അതിന്റെ ഭാഗമാകുകയും ചെയ്യുന്നു. ഈ നമ്മുടെ ഒരു ടെറൈനിലേക്ക് ഈ ഹിൽ ഹൈവേ മാരത്തണിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് തന്നെ രാജ്യാന്തര തലത്തിൽ തന്നെ ഇത് അറിയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് കാണാം. അതാ നോക്കൂ, മിലിന്ദ് സോമൻ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് കടന്നു വരുന്നു. അതിനൊപ്പം തന്നെ നിരവധിയായ അത്ലറ്റുകൾ അടക്കം അദ്ദേഹത്തോട് ഒപ്പം ചേർന്നിരിക്കുന്നു. ഇതിന്റെ ഒരു ടാഗ് ലൈൻ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നാൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്നാൽ വാ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ആളുകളെ ഇതിനോടൊപ്പം തന്നെ ചേർക്കുകയായിരുന്നു. ആ വിളി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്ത സ്വഭാവത്തോടു കൂടി തന്നെ ഇതിനൊപ്പം തന്നെ ആളുകൾ അണിനിരക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെല്ലാം തന്നെ എന്നാൽ വാ എന്ന രീതിയിൽ തന്നെയുള്ള ആ ഒരു ടാഗ് ലൈനിൽ നിരവധി പേർ അതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ മാരത്തോണുകളായ മുംബൈ, ബാംഗ്ലൂർ, അതോടൊപ്പം തന്നെ ഡൽഹി, കൊച്ചി തുടങ്ങി ഇതിലെല്ലാം തന്നെയും ഇതിൻ്റെ ഒരു സജീവം. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഹിൽ ഹൈവേ മാരത്തോൺ എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഇതായിരിക്കാം ഈ നമ്മുടെ മലയോര മേഖലയുടെ ഒരു വലിയ വികസനത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ മാറ്റുന്ന പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇതെല്ലാം തന്നെ മാറിയാൻ ഇത് സാധ്യമായേക്കാം. ഏതായാലും വലിയ പങ്കാളിത്ത സ്വഭാവത്തോടുകൂടി തന്നെ പോകുന്നു. നമ്മുടെ ഈ പച്ചപ്പുകളിൽ അത് കൂടുതൽ അറിയപ്പെടുന്നതിന് ടൂറിസം പ്രൊമോഷന്റെ എല്ലാം തന്നെ ഭാഗമായിട്ട് ഇത് മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടക്കമിടാൻ കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ പ്രതികരിച്ചു. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ കാൽവയ്പ്പാണ് കഴിഞ്ഞ 10 വർഷമായി നടന്നു വരുന്ന കിഫ്ബി വഴിയുള്ള വിവിധങ്ങളായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ. നമ്മൾ സ്വപ്നം കണ്ടിരുന്ന വിഴിഞ്ഞം തുറമുഖമടക്കമുള്ള ദേശീയപാതയാണെങ്കിൽ അതുപോലെ കേരളം ഒന്നാകെ ആഗ്രഹിച്ചിരുന്ന നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് കിഫ്ബി വഴിയുള്ള ധനസ്രോതസ് തന്നെയാണ്. ബഡ്ജറ്റിലൂടെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും പൊതുവായിട്ടും ജില്ലയിലെ പ്രധാന പദ്ധതികളും ഏറ്റെടുക്കാറുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം തന്നെ സാമ്പത്തിക പരിമിതി കണക്കിലെടുത്തുകൊണ്ട് നിരവധി വർഷങ്ങൾ നീണ്ടുപോയാലും ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് കണ്ടുവന്നിരുന്നത്. എന്നാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ആരംഭിക്കാനും 5 വർഷത്തിനകത്ത് ആ ഗവൺമെൻറ്റിൻ്റെ കാലയളവിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കാനും കഴിയുന്ന തരത്തിലേക്ക് അതിവേഗത്തിൽ നിരവധി പദ്ധതികൾക്ക് നമുക്ക് തുടക്കം കുറിക്കാനും പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ പേരുക്കട കഴിഞ്ഞാൽ വഴയില മുതൽ നെടുമങ്ങാട് നിയോജക മണ്ഡലമാണ്. നഗരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന മണ്ഡലമെന്ന നിലയിൽ, നഗരത്തിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പട്ടണമെന്ന നിലയിൽ നെടുമങ്ങാടുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ വികസനം ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. 9.5 കിലോമീറ്റർ വഴയില നെടുമങ്ങാട് റോഡ് ഇന്നിപ്പോൾ 4 വരിപ്പാത യാഥാർത്ഥ്യമാവുകയാണ്. 9.5 കിലോമീറ്റർ 4 വരിപ്പാത നിർമ്മാണത്തിന് വസ്തു ഉടമകൾക്ക് പണം കൊടുക്കുന്നതടക്കം 1300 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞത് കിഫ്ബിയിലൂടെയാണ്. അതുപോലെ നെടുമങ്ങാടെന്നും MC റോഡ് NH ടച്ച് ചെയ്യുന്ന മംഗലാപുരത്തേക്ക് പോകുന്ന 19 കിലോമീറ്റർ
220-ലധികം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആ പദ്ധതിയുടെ 2 റീച്ച് പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിന്റെ വികസന പാതയിൽ പുത്തൻ നാഴികക്കല്ലായി പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 8 പതിറ്റാണ്ട് കാത്തിരിപ്പിനൊടുവിലാണ് നഗരത്തിലെ മർമ്മപ്രധാന മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. 60 കോടി രൂപ മുതൽ മുടക്കി കിഫ്ബിയിലൂടെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത്. കോഴിക്കോട് നഗരത്തെ മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡുകളുമായി ബന്ധപ്പെടുത്തുന്ന പാലം 8 പതിറ്റാണ്ടായി നഗരവാസികളുടെ സ്വപ്നമായിരുന്നു. 1947-ൽ കനോലി കനാലിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന നടപ്പാലമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. ചവിട്ടുപടി കയറി വേണം പാലത്തിലെത്താൻ. സൈക്കിളല്ലാതെ മറ്റു വാഹനങ്ങളില്ലാത്ത കാലത്ത് ചെറുപാലം തന്നെ ധാരാളം. നഗരം വളർന്നതോടെ ചവിട്ടുപടി റാമ്പായി മാറി. ഓട്ടോറിക്ഷകളടക്കം കയറുന്നത് ഒഴിവാക്കാൻ വീതി കുറച്ച് നിർമ്മിച്ച പാലത്തിന് പുതിയ പാലമെന്ന് പേരുമിട്ടു. ചെറിയ കോൺക്രീറ്റ് പാലത്തിലൂടെ ഇരുചക്ര വാഹനങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. പാലം പഴകിയപ്പോൾ പുതിയ പാലമെന്ന പേര് മാത്രം ബാക്കിയായി. വാഹനപ്പെരുക്കം കൊണ്ട് പ്രദേശം വീർപ്പുമുട്ടി. 2010 മുതൽ വലിയ പാലത്തിനുള്ള മുറവിളി തുടങ്ങി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2023 ജൂലൈയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലത്തിന് തറക്കല്ലിട്ടു. മാസങ്ങൾക്കിപ്പുറം കിഫ്ബിയിലൂടെ പുതിയ പാലം യാഥാർത്ഥ്യമായി. കനോലി കനാലിന് കുറുകെ 16.53 കോടി രൂപ വിനിയോഗിച്ച് 195 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും ആർച്ച് മാതൃകയിൽ നിർമ്മിച്ച പാലത്തിനൊപ്പം ഇരുവശങ്ങളിലും അപ്രോച്ച് റോഡുമുണ്ട്. 40 കോടി രൂപയാണ് സ്ഥലമെടുപ്പിന് ചെലവായത്. കേരള റോഡ് ഫണ്ട് ബോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഏതാണ്ട് 60 കോടി രൂപ ചെലവിലാണ് ആ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 16.53 കോടി രൂപ പാലത്തിന് വേണ്ടി മാത്രം അതിൽ ചെലവായിട്ടുണ്ട്. സ്വാഭാവികമായും കോഴിക്കോട്ടെ ജനങ്ങളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വലിയ പാലമായി തന്നെ ഈ പാലം മാറും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തളി പുതിയ പാലം റോഡിന് തുടർച്ചയായി കനോലി കനാലിന് കുറുകെയാണ് പുതിയ പാലത്തെ പാലം. കിഴക്കേക്കരയിൽ കല്ലിട്ടനട ഗോവിന്ദപുരം റോഡിലൂടെ മിനി ബൈപ്പാസിലേക്കാണ് റോഡിലൂടെ എത്തിച്ചേരുക. പാലത്തിൽ 7.5 മീറ്റർ വീതിയാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന ഭാഗത്തിനുള്ളത്. ഇരുവശത്തും കാൽനട യാത്രക്കാർക്കുള്ള നടപ്പാതയുമുണ്ട്. പുതിയ പാലം വന്നതോടെ മിനി ബൈപ്പാസിൽ ഗോവിന്ദപുരം ഭാഗത്ത് നിന്ന് തള്ളി കല്ലായി റോഡ്, റെയിൽവേ സ്റ്റേഷൻ, വലിയങ്ങാടി, സൗത്ത് ബീച്ച് ഭാഗത്തേക്ക് നേരിട്ടെത്തിച്ചേരാം. ന്യൂസ് 18 കോഴിക്കോട്. ഇന്നലൊരു ഓപ്പറേഷൻ സുഭാഷ് നടന്നിരുന്നു. അതിൽ ആ പൂച്ചയെ രക്ഷപ്പെടുത്തിയത് വളരെ സന്തോഷകരമാണ്. എന്തായാലും പൂച്ച ഇപ്പോൾ ആരോഗ്യനില നിരീക്ഷിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. എന്നാലും നമുക്ക് ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കൊച്ചി മെട്രോ തൂണിൽ ഒരാഴ്ചയിലധികം കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തി. പുലർച്ചെ 1:30 ഫയർഫോഴ്സ് സംഘവും അനിമൽ റെസ്ക്യൂ ടീമും ചേർന്നാണ് പൂച്ചയെ താഴേക്കിറക്കിയത്. തോപ്പുംപടിയിലെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് പൂച്ച. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഈ ഒരു സമയത്ത് കൊച്ചി മെട്രോയെ പോലും ഒന്ന് നിശ്ചലമാക്കി ആ രക്ഷാദൗത്യം ശ്രമിച്ചിരുന്നു. എന്താണെങ്കിലും രാത്രിയോടുകൂടി, പുലർച്ചയോടുകൂടി അത് പൂർത്തിയായി എന്നുള്ളത് സന്തോഷം. എന്താണ് ആ പൂച്ചയുടെ അവസ്ഥ? എന്താണ് അതിന്? എങ്ങനെയുണ്ട് അതിൻ്റെ ആരോഗ്യനില? എന്റെ പൂച്ചയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അറിയുന്നത്. കാരണം തോമ്പടി ആശുപത്രിയിൽ അപ്പോൾ തന്നെ എത്തിച്ചിരുന്നു. ഈ പില്ലറിൽ അകപ്പെട്ട ഒരു 5-6 മണിക്കൂർ കൊണ്ട് അതിന് പ്രത്യേകിച്ചും ഈ ആളുകൾ പൂച്ചയെ തിരിച്ചെടുക്കാൻ കയറുന്ന ഒരു സാഹചര്യത്തിൽ, റെസ്ക്യൂ ടീം കയറുന്ന സാഹചര്യത്തിലും ആളുകൾ ചുറ്റിക്കൂടിയ സമയത്തും പൂച്ച ഭയങ്കരമായി പാനിക്കായി. ആ ഒരു സാഹചര്യത്തിൽ ഒരു 5-6 മണിക്കൂർ അതിനെ ഫീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരാഴ്ചയായിട്ട് ആളുകൾ അതിന് ഭക്ഷണം കൊടുക്കുകയും അത് മെട്രോ, അതായത് കൊച്ചി മെട്രോയിൽ ആ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഇതിൽ തന്നെ കുറച്ചു കാലമായി 6 ദിവസങ്ങളോളം പൂച്ച അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരാഴ്ചയിലധികമായി ആളുകൾ അതിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അതവിടെ പെട്ടുപോയതിനു ശേഷമാണ് അതിനെ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. എന്തായാലും 5-6 മണിക്കൂറത്തെ ഒരു സാഹചര്യം അതിന് ഫീഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷെ ഇന്നലെ വീണ്ടും ഒരു 4 മണിയോടുകൂടി റെസ്ക്യൂ ടീം കയറിയ സമയത്ത് ഭക്ഷണം വെച്ച ശേഷമാണ് താഴെ ഇറങ്ങിയത്. അങ്ങനെയാണ് എന്താ സൂചിപ്പിച്ചതുപോലെ നഗരത്തെ തന്നെ അധികം സമനാവസ്ഥയിലാക്കിക്കൊണ്ട് തന്നെയാണ്
ശരിക്കും കാരണം റോഡ് മാർഗം ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അതുപോലെ മെട്രോ കുറച്ചു നേരം ഓഫ് ചെയ്ത് സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അത് പരാജയപ്പെട്ടതോടുകൂടിയാണ് ആദ്യം എത്തിയിരുന്നപ്പോ റെസ്ക്യൂ ടീം എത്തിയിരുന്നപ്പോൾ അവരുടെ ലിഫ്റ്റിന്റെ ഇത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആയിരുന്നു, അത് കംപ്ലൈന്റ് ആയി കയറാൻ കഴിഞ്ഞില്ല. പിന്നീട് അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരത്തേക്ക് വീണ്ടും അവര് ലിഫ്റ്റുമായി എത്തി, മറ്റ് ട്രെയിൻ എത്തിയിട്ട് അതിനുശേഷം ഈ റെസ്ക്യൂ ടീം കയറി രക്ഷിക്കാൻ നോക്കി. അപ്പോഴും പരാജയപ്പെട്ടപ്പോഴാണ് പ്രത്യേകിച്ചും ഈ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നു, സർവീസുകൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നു, ഒരു വലിയ സ്തംഭനാവസ്ഥ തന്നെ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പിന്നെ രാത്രിയിലേക്ക് മാറ്റിയത്. മഴ രാത്രിയിൽ ഇതായത് കൂടി ഈ മെട്രോ സർവീസുകളിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം, ഇതിലേക്ക് റെയിലിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് പുലർച്ചയോട് കൂടിയാണ് എന്തായാലും പൂച്ചയെ എടുത്തത്. തോപ്പുംപടി ആശുപത്രിയിലേക്ക് പൂച്ചയെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനുസമയം മൃഗസ്നേഹികളും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഒക്കെ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. അത് 2 തവണ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും അത് നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യം വന്നപ്പോഴൊക്കെ ഈ ആനിമൽ ലവേഴ്സിന്റെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും പൂച്ചയെ തോപ്പുംപടി മൃഗാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൂച്ചയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പില്ലറിന് മുകളിൽ കയറി പൂച്ചയെ താഴെ ഇറക്കുന്നത് വലിയ റിസ്ക് ആയതുകൊണ്ടും അത് അത്ര സമയം ഈ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നതുകൊണ്ടുമാണ് അത് താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കാൻ രക്ഷാസംഘം നിർബന്ധിതമായത്. എന്തായാലും പൂച്ചയെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പൂച്ചയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുമുണ്ട്. എൽഡോ റൈറ്റ്. എന്നാലും ആ ഓപ്പറേഷൻ അത് വിജയകരമാണ്, സബാഷ് എന്ന് പറയാം. എന്നാലും പൂച്ചയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആജ്ഞ റിപ്പോർട്ട് ചെയ്യുന്നത്. മെട്രോ തൂണിൽ കുടുങ്ങിയ പൂച്ചയാണ്. പൂച്ചയെ രക്ഷപ്പെടുത്തി ഇപ്പോൾ തോപ്പുംപടിയിലെ ആശുപത്രിയിലാണ് പൂച്ച നിരീക്ഷിക്കുന്നുണ്ട്. വലിയൊരു ദൗത്യമായിരുന്നു. കേരളം ഇങ്ങനെ ഉറ്റുനോക്കിയിരുന്നു ഇന്നലെ രാത്രി. ഒരു പൂച്ചയുടെ ജീവനാണെങ്കിൽ പോലും ഈ ഭൂമിയുടെ അവകാശികൾ എല്ലാവരുമാണല്ലോ. അങ്ങനെ ആ പൂച്ച ഇപ്പോൾ ആരോഗ്യമായിട്ട് തന്നെ ഇരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ആജ്ഞയാണ് ചേർന്നത്. ആജ്ഞ തുടരുക. ഒരു വാർത്ത കൂടിയുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഉഷ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തെടുത്ത കത്രിക അമ്പലപ്പുഴ പോലീസിന് കൈമാറി. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ആജ്ഞ ഈ ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഫോർസെപ്സിന്റെ അറ്റം, അതിന്റെ അഗ്രഭാഗം പൊടിഞ്ഞ മട്ടിലാണ് പുറത്തേക്ക് എടുത്തതൊക്കെ. മറ്റ് സങ്കീർണതകളൊന്നും ഇല്ലല്ലോ അല്ലേ ഈ ആരോഗ്യപരമായി നോക്കിയാൽ? എന്തോ ആശുപത്രി അധികൃതരും അറിയിക്കുന്നത് എങ്ങനെയാണ് ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ്. ഇന്നലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ ശരീരത്തിൽ നിന്നും ഈ ആർട്ടറി ഫോർസെപ്സ് എന്ന ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുത്ത ശേഷം അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിന്റെ ടിപ്പ് അല്പമൊന്ന് ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്, ആ നിലയിലാണ് അത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ അമൃത ആശുപത്രിയിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിൽ, അതുപോലെ യൂറോളജി വിഭാഗം ഡോക്ടർ കെ വി സഞ്ജീവൻ, ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ രാധാമണി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സർജറി നടന്നിട്ടുള്ളത്. ഇന്നലെ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഉഷയുടെ ആരോഗ്യനില തൃപ്തികരം എന്ന് തന്നെയാണ്. കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് അമൃത ആശുപത്രിയിലേക്ക് ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയതും അവരുടെ ഈ ശസ്ത്രക്രിയയിൽ അതായത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആളുകൾ, ഡോക്ടർമാർ, കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഡോക്ടർമാരും മെഡിക്കൽ കോളേജിൽ ഈ സർജറിക്കായി സന്നിഹിതരായിരുന്നു. എന്തായാലും ഇതിനുശേഷം രോഗിയുടെ നില തൃപ്തികരമെന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ശസ്ത്രക്രിയ ഉപകരണം ആർട്ടറി ഫോർസെപ്സ് ഇവിടെ അമ്പലപ്പുഴ പോലീസിലാണ് കൈമാറിയിട്ടുള്ളത്. ശരി. എന്തായാലും പ്രതിഷേധത്തിന് സാധ്യത ഇനിയുമുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം. എന്തായാലും അത് വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നുണ്ട് പ്രതിപക്ഷവും. ഇന്നലെ നമ്മൾ കണ്ടു മന്ത്രിയുടെ വീട്ടിൽ കയറി റീത്ത് വയ്ക്കുന്ന സാഹചര്യമൊക്കെ. അപ്പോൾ അതിനെതിരെയും വലിയ വിവാദമൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും ആ പ്രതിഷേധത്തിന്റെ സാധ്യത അത് അടങ്ങിയിട്ടില്ല, ഇനിയും തുടരാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഡൽഹി ലഷ്കർ ഇ തൈബ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന് പിന്നാലെ പഞ്ചാബിലും കാശ്മീരിലും 2 IEDകൾ കണ്ടെത്തി. ഇതിന് ഭീകരബന്ധം സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം തുടരുകയാണ്. സുപ്രീം കോടതി വിധിയിലും
പത്തി മടക്കാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള തീരുവ 10% പിന്നാലെ 15% ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം. സുപ്രീം കോടതി വിധി അമേരിക്കയ്ക്ക് വിരുദ്ധമാണെന്ന് ട്രംപ് പരിഹസിച്ചു. പ്രസിഡന്റിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് ട്രംപിന്റെ പുതിയ നീക്കം. ഇതോടെ ഇന്ത്യയുടെ വ്യാപാര കരാറിലെ വ്യവസ്ഥകൾക്കടക്കം മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിക്കുന്നു. അജയ് സുധാബിജു ചേരുന്നു. അജയ്, ട്രംപ് എന്താണെങ്കിലും പിന്നോട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഇന്ത്യയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതിനെ ഉറ്റുനോക്കി കാണേണ്ടത്? എൽദോ, പുതിയ സാഹചര്യം അത് തീർച്ചയായിട്ടും പഠിച്ചിട്ട് മാത്രമേ ഇന്ത്യക്ക് അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അത് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സുപ്രീം കോടതി വിധി അത് ഇന്ത്യക്കും തീർച്ചയായിട്ടും ആശ്വാസകരം തന്നെയാണ്. 18% തീരുവയാണ് ഇന്ത്യ US വ്യാപാര കരാർ പ്രകാരം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇത് ഈ കോടതി വിധി പ്രകാരം 10% കുറയുന്നത് അത് ഇന്ത്യക്ക് ആശ്വാസകരമായിരുന്നു. ഇപ്പോൾ ട്രംപ് തൻ്റെ സ്വന്തം അധികാരപരിധി ഉപയോഗിച്ച് അത് 15% ഉയർത്തും എന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ 15% ആ ഒരു തീരുവ നിലവിൽ വന്നാലും 18% നിന്ന് കുറവായതിനാൽ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനേക്കാൾ തീർച്ചയായിട്ടും ആശ്വാസജനകം തന്നെയാണ്. പക്ഷേ ഇതിൽ ചില വെല്ലുവിളികളും ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് 15% തീരുവ നിലവിൽ വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഈ വ്യാപാര കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള പല രാജ്യങ്ങൾക്കും അതേ തീരുവ തന്നെ നിലവിൽ വരും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ കൂടുതലായി വിറ്റഴിക്കപ്പെടുന്ന തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ ഇവയുടെ ഒരു നിലനിൽപ്പ് അത് അനിശ്ചിതത്വത്തിലാവും. കാരണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സാണ് ബംഗ്ലാദേശ്, ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ട്രംപിൻ്റെ തീരുവ പ്രകാരം ബംഗ്ലാദേശിന് ഇന്ത്യയേക്കാൾ ഉയർന്ന തീരുവയായിരുന്നു, ബ്രസീലിന് വളരെ ഉയർന്ന തീരുവയായിരുന്നു ഇന്ത്യയേക്കാൾ. അപ്പോൾ ഇതെല്ലാം കാരണം ഇന്ത്യക്ക് അവിടെ US ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വില കുറച്ച് US വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ 15% എല്ലാ രാജ്യങ്ങളുടെയും തീരുവ നിലവിൽ വരുന്നതോടുകൂടി ഇന്ത്യക്ക് അത് എങ്ങനെ ബാധകമാകും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും ഒരേ വിലയിൽ US വിറ്റഴിക്കുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു മേൽക്കൈ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയുമായേക്കാം. അതുപോലെ തന്നെ ട്രംപിൻ്റെ പുതിയ ഈ ഭ്രാന്തൻ നയങ്ങൾ കാരണമുള്ള മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിനോടകം തന്നെ ഓസ്ട്രേലിയ, UK അടക്കമുള്ള രാജ്യങ്ങളുമായി 10% തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് നേരത്തെ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 10%, 9%, 8% തീരുവ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന രാജ്യങ്ങൾ പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഇനി കൂടുതൽ തീരുവ, അതായത് ഈ 15% തീരുവ ട്രംപിൻ്റെ പുതിയ നിയമം അനുസരിച്ച് അടയ്ക്കേണ്ടി വന്നാൽ അത് ആ രാജ്യങ്ങളിൽ നിന്നും കടുത്ത പ്രതിഷേധം ഉയരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ഈ നിലവിലെ തീരുമാനങ്ങൾ അത് കടുത്ത ഒരു അനിശ്ചിതത്വങ്ങൾക്കും അതുപോലെ തന്നെ കൺഫ്യൂഷൻസിനും കാരണമായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ നാളെ മുതലാണ് ആരംഭിക്കുക. ഇതിനായി ഇന്ത്യൻ പ്രതിനിധികൾ ഇതിനോടകം തന്നെ US പോയിട്ടുണ്ട്. മാർച്ചോടെ കരാർ ഒപ്പിടുകയും ഏപ്രിലോടെ ഈ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഇപ്പോൾ നിലവിൽ എന്തായാലും ഇത്തരം ഒരു തീരുവ നയം കാരണം ഇപ്പോൾ ഇന്ത്യ ഇനി നാളെ നടക്കുന്ന ചർച്ചയിൽ നിന്ന് ഇന്ത്യ പുതിയ വ്യാപാര കരാറിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള തരത്തിൽ US-നോട് അങ്ങോട്ട് നിർദ്ദേശിക്കുകയാണെങ്കിൽ US തുടർ നടപടികൾ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ട്രംപ് പുതുതായി ഇപ്പോൾ തൻ്റെ സ്വന്തം അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ 15% തീരുവ ഉയർത്തിയിട്ടുള്ളത്. ഇതിനായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് 1974 ട്രേഡ് ആക്ടിലുള്ള സെഷൻ 122 ആണ്. അപ്പോൾ ഇത് കാരണം 150 ദിവസത്തെ സാവകാശം ട്രംപിന് ഈ പുതിയ നിയമം അനുസരിച്ച് നൽകുന്നുണ്ട്. 150 ദിവസം ട്രംപിൻ്റെ ഈ സ്വന്തം അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് 15% തീരുവ എല്ലാ രാജ്യങ്ങൾക്കും മേൽ ചുമത്താം. ഈ 150 ദിവസത്തെ സാവകാശം അത് ട്രംപിന് വലിയൊരു ആശ്വാസമാണ്. ഈ 150 ദിവസം കൊണ്ട് ഇനി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്താം എന്ന് ട്രംപിന് ആലോചിക്കാൻ കഴിയും. ഇതിന് പലതരം വകുപ്പുകൾ ട്രംപിന് ചുമത്താൻ സാധിക്കും. അപ്പോൾ നിലവിൽ പൂർണ്ണമായിട്ടും ഒരു ആശ്വാസജനകമല്ല ഈ സെഷൻ 202, അതുപോലെ തന്നെ 232, 302 തുടങ്ങിയിട്ടുള്ള വിവിധ വകുപ്പുകൾ US കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുണ്ട്. ഈ വകുപ്പുകളെല്ലാം US പ്രസിഡന്റിന് വേണമെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്താം. അതുപോലെ തന്നെ മഹാമാന്യകാലത്ത് 1930 നിലവിൽ വന്ന സെഷൻ 988 വകുപ്പ് പ്രകാരവും കടുത്ത തീരുവ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്താൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യയും വിലയിരുത്തേണ്ടതുണ്ട്. റൈറ്റ്, അജയ് സുധാബിജാണ് വിവരങ്ങൾ നൽകിയത്.
യുദ്ധ ആശങ്കയ്ക്കിടെ സ്വന്തം പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ട് കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത്. സെർബിയയും സ്വീഡനുമാണ് ഏറ്റവും ഒടുവിൽ ഈ നിർദ്ദേശം നൽകിയത്. അതിനിടെ ഇറാനിൽ വീണ്ടും വിദ്യാർത്ഥി പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്തു. സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളുടെ വീഡിയോ പുറത്തുവന്നു. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന കടുത്ത നിലപാട് അമേരിക്കയ്ക്കില്ലെന്ന് ISNA ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നയതന്ത്ര ചർച്ചകൾക്കിടയിലും പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇരുഭാഗത്തു നിന്നും തുടരുകയാണ്. സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. വ്രതാനുഷ്ഠാനങ്ങളുടെ പുണ്യമാസത്തിൽ ഭക്തി ആദരവോടെ തൻ്റെ കൈവശമുള്ള ഇസ്ലാമിക ചരിത്രശേഷിപ്പുകളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കാസർഗോഡ് പൈക്ക കുഞ്ഞിപ്പാറ സ്വദേശി ഹമീദ്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഖുറാൻ പതിപ്പുകളാണ് ഏറ്റവും ശ്രദ്ധേയം. തസ്ബീഹ് മാലകൾ, ബൈത്തുൽ മുഖദ്ദിസ്, ഉത്തര മലബാറിലെ മാപ്പിള ജീവിതത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന വിവിധ വസ്തുക്കൾ തുടങ്ങി എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഹമീദിൻ്റെ വീട്ടിൽ ഉള്ളത്. കുഞ്ഞു വിരലോളം മാത്രം വലിപ്പമുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുറാൻ പല കാലഘട്ടങ്ങളിലായി പാരായണം ചെയ്തിരുന്ന വിവിധ ഖുറാനുകൾ, ഖുറാൻ പാരായണം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓഡിയോ കാസറ്റ് ആൽബം, വിവിധ ശൈലികളിലുള്ള ഖുറാൻ പാരായണം അടങ്ങുന്ന ഓഡിയോ CD-കൾ, മക്ക മദീന തുടങ്ങി ഇസ്ലാമിക പുണ്യസ്ഥലങ്ങളുടെ വിവിധ കാലത്തെ ഫോട്ടോകൾ, കസബ് നൂലിനാൽ കലിഗ്രഫി തുന്നിയ മുസല്ലുകൾ, ഉത്തര മലബാറിലെ മാപ്പിള ജീവിതത്തിന്റെ ചരിത്രമോർമ്മിപ്പിക്കുന്ന വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഇത്തരത്തിൽ വിസ്മയ കാഴ്ചകൾ നിറഞ്ഞ കൗതുക ലോകമാണ് ഈ വീട്. പത്താം ക്ലാസ്സിൽ സ്റ്റാമ്പ് ശേഖരിച്ചു തുടങ്ങിയ വിനോദമാണ് ഹമീദിനെ ഇന്ന് ഇസ്ലാമിക ചരിത്രശേഷിപ്പുകളുടെ കാവൽക്കാരനാക്കിയത്. 18 വർഷത്തോളം പ്രവാസിയായിരുന്നതിനാൽ അതുവഴി ലഭിച്ച ബന്ധങ്ങളും ഇതിന് സഹായകരമായി. ഇപ്പോൾ അതിനൊരു തർത്തിബ സെറ്റാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓരോ വിഷയം കൊടുത്തിട്ട് അതിനെ സെറ്റാക്കുന്നത്. നാസ, അതായത് സ്പേസിൽ പോയതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാമ്പ്, കറൻസി, അങ്ങനെ ഇസ്ലാമിക്, മറ്റുള്ള ഓരോ മതത്തിനെ പറ്റിയിട്ട് ഇറക്കിയ സ്റ്റാമ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങൾ, അങ്ങനെ ഓരോ വിഷയങ്ങൾ കൊടുത്തിട്ട് ഒരു എക്സിബിഷന് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഇതിൻ്റെ ഒരു സെറ്റപ്പിലാണുള്ളത്. പറ്റുമെങ്കിൽ ഒരു വലിയൊരു എക്സിബിഷൻ സംഘടിപ്പിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാനും അവർക്ക് മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിൽ ഒരു എക്സിബിഷൻ വെക്കാനുള്ള ആലോചനയാണുള്ളത്. കേരള പ്രവാസി ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്റ്റാറ്റിക് അസോസിയേഷന്റെയും കാനന്നൂർ ഫിലാറ്റലിക് ക്ലബിന്റെയും ആജീവനാന്ത അംഗമായ ഹമീദിന്റെ പുരാവസ്തു ശേഖരം ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഹൈദരാബാദ് രാജാക്കന്മാർ 12-ാം നൂറ്റാണ്ടിലിറക്കിയ കല്ലു നാണയം മുതൽ കേന്ദ്ര സർക്കാർ ഏറ്റവും അവസാനം പിൻവലിച്ച നാണയം വരെ ശേഖരത്തിലുണ്ട്. ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ, ടിപ്പുവിന്റെ കാലത്തെ നാണയങ്ങൾ, ടിപ്പുവിന്റെ മുദ്ര പതിച്ച കോപ്പർ ടോക്കണുകൾ ഉൾപ്പെടെ വിവിധ രാജ്യഭരണകാലത്തെ വെള്ളി നാണയങ്ങളടക്കമുള്ള അമൂല്യ വസ്തുക്കളും ഇവിടെയുണ്ട്. ഈ ഒരു അപൂർവ ശേഖരമറിഞ്ഞ് മുൻ രാഷ്ട്രപതി KR നാരായണൻ അയച്ച കത്തും ഇദ്ദേഹം നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. തൃശൂർ മരതങ്കോട് സ്വദേശികളായിട്ടുള്ള വിഷ്ണു അശ്വതി ദമ്പതികളുടെ മകൻ വേദിക് വിഷ്ണുവിൻ്റെ വേദിക്കിൻ്റെ 4ാമത്തെ പിറന്നാളാണെന്ന്. വേദിക് എല്ലാവിധ ആശംസ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. അമ്മു എന്ന് വിളിക്കുന്ന അനഘയുടെ 19ാം പിറന്നാളാണ് ഇന്ന്. ഈ അനഘ ഞങ്ങളുടെ സഹപ്രവർത്തക സുവി വിശ്വനാഥിൻ്റെ മകളാണ്. അനഘയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് അമ്മ സുവി വിശ്വനാഥ് തന്നെ. ഒപ്പം ഞങ്ങൾ ന്യൂസ് 18-ലെ എല്ലാവരും ചേർന്ന് ഇന്നലെ മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. മോൾക്ക് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായിട്ടുള്ള ഷഹീൻ സിദ്ദിഖ് ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയാണ്. പ്രശസ്ത താരം സിദ്ദിഖിന്റെ മകൻ എന്ന വിലാസത്തിൽ സിനിമാ ലോകത്തേക്ക് എത്തിയ ഷഹീന് സുഹൃത്തുക്കളാണ് ആശംസകൾ അറിയിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഷഹീൻ.
അപ്പോൾ ഈ രാവിലെ 1 മണിക്കൂർ സമയം പൂർത്തിയാവുകയാണ്. നമ്മൾ വാർത്തകളുടെ ലോകത്തേക്ക് മടങ്ങിയെത്താം. ഇനി ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.